രാഷ്ട്രീയത്തിലെ കുടുംബ വാഴ്ചയ്ക്കും കുടുംബാധിപത്യത്തിനും കോൺഗ്രസിനെ കണക്കിന് പരിഹസിക്കുന്നവരാണ് ബി.ജെ.പിക്കാർ. കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ച് നരേന്ദ്രമോദി 2 വാക്യം പ്രസംഗിച്ചാൽ അതിലൊന്ന് ഉറപ്പായും കോൺഗ്രസിലെ കുടുംബാധിപത്യത്തെ വിമർശിക്കുന്നതായിരിക്കും. പരിവാർവാദി പൊളിറ്റിക്സ് എന്നാണ് മോദി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അർത്ഥം കുടുംബ രാഷ്ട്രീയക്കാർ എന്ന് തന്നെ. എന്നാൽ ഇതേ ബി.ജെ.പി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത്? കുടുംബാധിപത്യം അഥവാ കുടുംബവാഴ്ചയ്ക്ക് കുടപിടിക്കുകയാണോ? ആദ്യഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റ് കണ്ടാൽ ഇങ്ങനെ തോന്നുന്നത് സ്വാഭാവികമാണ്. മുതിർന്ന നേതാവും മുൻ ആരോഗ്യമന്ത്രിയുമായ ഹർഷ് വർദ്ധന് സീറ്റ് നിഷേധിച്ച ബി.ജെ.പി സുഷമ സ്വരാജിന്റെ മകളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത് വിരോധാഭാസമെന്നേ പറയാനുള്ളൂ. ഇതോടെ ഹർഷ് വർദ്ധൻ പാർട്ടിയും രാഷ്ട്രീയവും വിടുകയാണെന്ന് പ്രഖ്യാപിച്ചു. ഡൽഹിയിലെ ചാന്ദിനി ചൌക്കിൽ നിന്നുള്ള MP ആയിരുന്നു ഹർഷ് വർദ്ധൻ. ബി.ജെ.പി മുതിർന്ന നേതാവായ ഹർഷ് വർദ്ധൻ 5 തവണ MLA-യും 2 തവണ MP-യുമായി. ഇക്കുറി സീറ്റ് നിഷേധിച്ചത് വളരെ വ്യക്തിപരമായ അപമാനമായാണ് ഹർഷ് വർദ്ധൻ കണക്കാക്കിയത്. അതേസമയം മുൻ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിന്റെ മകളും സുപ്രീം കോടതി അഭിഭാഷകയുമായ ബൻസൂരി സ്വരാജിനെ ഡൽഹിയിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയാക്കി. ലക്ഷക്കണക്കിന് കോടി രൂപ തട്ടിയെടുത്ത് രാജ്യം വിട്ട ലളിത് മോദിയെ കോടതിയിൽ നിരന്തരം ന്യായീകരിച്ച പശ്ചാത്തലമാണ് ബൻസൂരിക്കുള്ളത്. മണിപ്പൂരിൽ 2 സ്ത്രീകളെ വിവസ്ത്രരാക്കി പരേഡ് നടത്തിയപ്പോൾ ബൻസൂരി സുപ്രീം കോടതിയിൽ ബി.ജെ.പി നേതൃത്വത്തിലുള്ള കേന്ദ്രത്തിന് വേണ്ടി നിലകൊണ്ടു. അഭിഭാഷകയായി 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ബൻസൂരിക്ക് രാഷ്ട്രീയ പ്രവൃത്തി പരിചയം തീരെ കുറവാണ്. കഴിഞ്ഞ വർഷം ബി.ജെ.പി ഡൽഹി ലീഗൽ സെല്ലിന്റെ കൺവീനറായി ബി.ജെ.പി അവരെ നിയമിച്ചിരുന്നു. മുംബൈ നോർത്ത് മണ്ഡലത്തിലെ ബി.ജെ.പി സ്ഥാനാർത്ഥിയായ പീയൂഷ് ഗോയലിന്റെ പിതാവ് വേദ് പ്രകാശ് ഗോയൽ അടൽ ബിഹാരി വാജ്പേയി മന്ത്രിസഭയിലെ കേന്ദ്ര ഷിപ്പിംഗ് വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മ ചന്ദ്രകാന്ത ഗോയൽ മഹാരാഷ്ട്രയിൽ നിന്ന് 3 തവണ MLA ആയിട്ടുണ്ട്. ലോക്സഭാ പൊതു തെരഞ്ഞെടുപ്പിൽ ബീഡ് മണ്ഡലത്തിലെ ബി.ജെ.പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട പങ്കജ മുണ്ടെ 1990കളിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായിരുന്ന ഗോപിനാഥ് മുണ്ടയുടെ മകളാണ്. കർണാടക മുൻ മുഖ്യമന്ത്രി B.S. യെദ്യൂരപ്പയുടെ മകൻ B.Y. രാഘവേന്ദ്രയാണ് കർണാടകയിലെ ഷിമോഗ മണ്ഡലത്തിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയും മുതിർന്ന ജനതാദൾ നേതാവുമായ H.D. ദേവഗൌഡയുടെ കൊച്ചുമകനും H.D. രേവന്നയുടെ മകനുമായ പ്രജ്വൽ രേവന്നയാണ് ബി.ജെ.പിയുടെ ഹാസൻ മണ്ഡലത്തിലെ ലോക്സഭാ സ്ഥാനാർത്ഥി. ഹിമാചൽ പ്രദേശ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പ്രേംകുമാർ ധുമാലിന്റെ മകൻ അനുരാഗ് സിംഗ് താക്കൂർ ആണ് ഹാംപൂർ മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ബി.ജെ.പി സ്ഥാനാർത്ഥി. അടുത്ത സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുമ്പോൾ ബി.ജെ.പിയുടെ കുടുംബ പ്രീണന പട്ടിക ഇനിയും നീളുമെന്ന് വേണം കരുതാൻ.